ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ FT004 റിമോട്ട് കിറ്റിൽ എങ്ങനെ വെൽക്കം നെയിം എഡിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ആംപ്ലിഫയർ ഇത് ചെയ്തിരിക്കുന്ന ഒരു 5.1 ആംപ്ലിഫയർ ആണ്, ഡോൾബി DTS ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഫ്യൂടെക് ഓഡിയോ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഫ്യൂടെക് ഓഡിയോ എന്ന് വരുന്നത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇപ്പോൾ നിങ്ങളുടെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബ്രാൻഡ് നെയിമായിട്ടുള്ള S&D ഓഡിയോസ് എന്നുള്ള പേരാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അതപ്പോൾ എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഓൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നതെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടേണ്ടത് ഇതിൻ്റെ റിമോട്ടാണ്. ഇതാണ് നമ്മളുടെ FT004 റിമോട്ട് കിറ്റിൻ്റെ കൂടെ വരുന്ന റിമോട്ട് ഇതാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് 1 2 3 4 എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സിമ്പിൾസോ അല്ലെങ്കിൽ നമുക്കിത് ക്യാൻസൽ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ബാക്ക് പോകേണ്ടതോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിൻ്റെ കൂടെ ഇവരൊരു യൂസർ മാനുവൽ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഈ യൂസർ മാനുവലിൽ ഇതിലിങ്ങനെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇടത് സൈഡിലായിട്ട് റിമോട്ടിൻ്റെ പടവും അതേപോലെ വലത് സൈഡിലായിട്ട് ആ റിമോട്ടിൽ കൊടുത്തിരിക്കുന്ന കീകൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിവിടെ 1 2 3, അതായത് നമ്മളുടെ കീപാഡ് മൊബൈലിലൊക്കെ എങ്ങനെയാണോ നമ്മൾ ലെറ്ററുകൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെയും അവരുദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒന്നിൽ വരുമ്പോൾ, അതായത് ഈ റിമോട്ടിൻ്റെ കണ്ടില്ലേ, ഈ ഫ്രണ്ട് വോളിയം എന്ന് പറയുന്ന പ്ലസ് അത് 1 ആണ് അതിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ 1 എന്ന് പറയുന്നത് സിമ്പിൾസാണ്. പിന്നെ 2 മുതൽ 9 പിന്നെ 0, ഈ 2 മുതൽ 0 വരെയുള്ള അക്കങ്ങളിലാണ് നമ്മളുടെ ABCD അങ്ങനെ നമ്മളുടെ അക്ഷരങ്ങൾ നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഇതിൻ്റെ മെനുവിന് അകത്തേക്ക് നമുക്ക് പോകണം. മെനു നമുക്ക് എടുക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാസ്വേഡ് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫോ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ 1 2 3 4, നമ്മൾ ലേറ്റ് ആക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഇൻഫോ അടിക്കുക. അതേപോലെ തന്നെ പെട്ടെന്ന് ടക്ക് എന്ന് നമുക്ക് 1 2 3 4 എന്ന് അടിച്ചു കഴിയുമ്പോൾ ഇവിടെ ഓഡിയോ സെറ്റപ്പ് എന്ന് നമുക്ക് കാണാം. ഈ ഓഡിയോ സെറ്റപ്പ് നമുക്ക് അത് നമുക്ക് കുറേ ഓപ്ഷനുകളുണ്ട്. ഓഡിയോ സെറ്റപ്പ്, അതേപോലെ തന്നെ സിസ്റ്റം സെറ്റിങ്, പിന്നെ അങ്ങനെ കുറേ. ഈ സിസ്റ്റം സെറ്റിങ് തന്നെ നമ്മൾ എടുത്തതിന് ശേഷം അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നത് ജനറൽ സെറ്റിങ്സ് ആണ്. അതല്ല നമുക്ക് വേണ്ടി, നമുക്ക് രണ്ടാമത്തെ സെറ്റിങ്സ്, അതായത് വെൽക്കം നെയിം എഡിറ്റ് ചെയ്യുന്ന ഇത് രണ്ടാമത്തേതാണ്. വെൽക്കം എഡിറ്റ് എന്ന് പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ആ ഒരു നെയിം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്യൂടെക് ഓഡിയോ എന്നുള്ള നെയിം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ ഈ റിമോട്ടിൽ താഴേക്ക് നമ്മളിത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു ബട്ടണിൽ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിതാ ഈ മൈനസ് കണ്ടോ, ഈ മൈനസ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസലായി പോകുന്നതായിട്ട് കാണാം. അതിനുശേഷം വീണ്ടും നമുക്ക് ക്യാൻസൽ അതായത് ക്ലിയർ ചെയ്യേണ്ടത് ഏതാണോ അവിടെ കൊണ്ടുവച്ചിട്ട് വീണ്ടും നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് ക്യാൻസലായി പോകുന്നതായിരിക്കും. അവിടെ കൊടുത്തിരിക്കുന്ന ആ ഫ്യൂടെക് ഓഡിയോസ് എന്നുള്ളതും നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി നമ്മളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമ്മളുടെ പേരൊന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. നമുക്കാദ്യം എസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു, നമ്മളൊരു സ്പേസ് ഇട്ടു. അതിനുശേഷം ഇവിടെ സിമ്പിൾസിന് വേണ്ടി നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾസ് വരും. നമ്മൾ എസ് ആൻഡ് ഇട്ടു, വീണ്ടും ഒരു സ്പേസ് കൊടുത്തു. S&D യുടെ D ഇട്ടു.
വീണ്ടും ഒരു സ്പേസ്, 2 സ്പേസ് കൊടുത്തു. എന്നിട്ട് ഓഡിയോസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ നമ്മളുടെ ആ ഒരു ബ്രാൻഡ് നെയിം S&D ഓഡിയോസ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇനിയും ഒന്ന് ഓൺ ഓഫ് ചെയ്ത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്കിനി നമ്മളുടെ സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒന്ന് ഓൺ ചെയ്യാം. ഇതാ ഇപ്പോൾ വരുന്നത് S&D ഓഡിയോസ് എന്നാണ് വരുന്നത്. നമ്മളുടെ ആ ബ്രാൻഡ് നെയിം S&D ഓഡിയോസ് എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു റിമോട്ട് കിറ്റിൽ നമ്മളുടെ നെയിം നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.